Chat or chat, come take a bite. Flavor and fun every day and night. Stories that simmer, laughter that's real. Family moments, every meal's a feel. Chat or chat, good loves on the plate. Serving flavor and fun, you just can't wait. Flavor fun, family, and everybody. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാട്ട് ഓർ ചാറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു സ്പെഷ്യൽ പോർക്ക് പെരട്ടാണ്. ഇത് ഞാൻ പണ്ട് കോളേജിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയാണ് എനിക്കിത് ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്നത്. എനിക്കന്ന് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആൻറ്റിയെ ഞാൻ വിളിച്ച് ചോദിച്ച് ഈ റെസിപ്പി പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ വീട്ടിലത് ഉണ്ടാക്കിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ വല്ലപ്പോഴും വല്ല വിശേഷ ദിവസങ്ങളിൽ ഇത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഈ പെരട്ട് ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച് ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതൊരു സ്പെഷ്യൽ പെരട്ടാണെന്ന് പറഞ്ഞത്. ആ തേങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ പെരട്ടിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പോർക്ക് പെരട്ട് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് പോർക്ക്. ഞാൻ ഇവിടെ കുറച്ച് പോർക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പ് പോർക്ക് കട്ട് ചെയ്തത് കാണും. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി, പിന്നെ സവാള നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞതും ക്യൂബായിട്ട് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ: 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ 1/4 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ കഷ്ണങ്ങൾ പട്ടയുടെ ചെറിയ കഷ്ണങ്ങൾ, 2 ഗ്രാമ്പു, 2 ഏലക്ക. ആദ്യം പോർക്ക് വേവിക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പോർക്കിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2-3 പൊടികളുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു കുക്കറിൻ്റെ അകത്തോട്ട് ഇടാം. ഈ മസാലയെല്ലാം ചേർത്ത് വെച്ച പോർക്ക് പതുക്കെ ഒരു കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഇച്ചിരി വെള്ളം മതി, ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കേണ്ട. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ മതിയാവും. അപ്പം നമുക്ക് അത് വേവിക്കാം. നേരത്തെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ബാക്കിയാണിത്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് അത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1/2 കപ്പ് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് ഉലുവ, നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉലുവ ഒരുപാട് കൂടി പോകല്ലേ, അല്ലെങ്കിൽ കയ്പായി പോവും കറിക്ക്. അപ്പം അത് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലയുടെ കൂട്ട്, അതായത് പെരുംജീരകവും പട്ട കുഞ്ഞു കുഞ്ഞു പീസ്, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഇതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ തേങ്ങയിലെ ആ വെള്ളമായമൊക്കെ ഫുള്ള് ഡ്രൈ ആയി തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ആയി വരും. അപ്പോൾ അതുവരെ നമ്മളിത് ഇട്ട് സോട്ട് ചെയ്യണം. തേങ്ങ നമ്മളൊരു അത്യാവശ്യം ഒരു ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
നേരത്തെ പോർക്കിന് നമ്മൾ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുത്തായിരുന്നല്ലോ, അതുകൊണ്ടാണ് തേങ്ങയ്ക്ക് ഞാൻ മസാല വളരെ കുറച്ചത്. ഇനി പോർക്കിന് എരിവ് കുറഞ്ഞു പോകുന്നു നിങ്ങൾ പേടിക്കണ്ട. ലാസ്റ്റിൽ നമ്മളിതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം എരിവ് കുറഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ പെപ്പർ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ മസാലയൊക്കെ ഇട്ട് തേങ്ങ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി നമുക്ക് വേണ്ട പരുവായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് പതുക്കെ ഒരു ജാറിലേക്ക് മാറ്റിയെടുക്കാം. ഈ വറുത്ത തേങ്ങയെല്ലാം നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കണേ, പോർക്കിന് അതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഉള്ള പേസ്റ്റ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവാള നമ്മൾ ക്യൂബ് ഷേപ്പിൽ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പോർക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി നമ്മളുടെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളുടെ പോർക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മളുടെ നേരത്തെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ആ ഒരു കൂട്ടിൻ്റെ കൂടെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നമ്മൾ പോർക്കിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, അടി പിടിക്കാതെ തുറന്ന് നോക്കണം. ഒരു 5-10 മിനിറ്റ് അടച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് അരച്ച തേങ്ങയാണിത്. ആ പേസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അങ്ങോട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തവി വെച്ച് ഇളക്കി കൊടുക്കേണ്ടി വരും. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പം ഇതിൻ്റെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പം നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ പോർക്ക് പെരട്ടിൻ്റെ ആ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമ്മളിത് ഇതുപോലെ അടി പിടിക്കാതെ ഇങ്ങനെ പതുക്കെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ വെള്ളമായ മുഴുവൻ നന്നായി ഡ്രൈ ആവണം. അപ്പം അതിന് ഇടയ്ക്കിടയ്ക്ക് ഈ കുറച്ച് തടി സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ നമ്മളുടെ പോർക്ക് പൊടിഞ്ഞു പോവാതിരിക്കും. അപ്പം അങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പോർക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇനി പതുക്കെ ഇതിൻ്റെ എണ്ണ പുറത്ത് തെളിഞ്ഞു തുടങ്ങും. ആ ഒരു പരുവം ആകുമ്പോഴാണ് നമുക്ക് നമ്മളെ പോർക്ക് പെരട്ട് ഏകദേശം സെർവ് ചെയ്യാൻ പാകമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇതിലേക്ക് അതുവരെ ഒന്ന് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം പതുക്കെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല എണ്ണയൊക്കെ നന്നായിട്ട് പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇത് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റും കൂടെ ഇനി ഇളക്കിയാൽ മതി കേട്ടോ. 5 മിനിറ്റും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളുടെ പോർക്കിൻ്റെ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. വെള്ളമായൊക്കെ ഫുള്ളി ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളുടെ പോർക്ക് ഇവിടെ റെഡിയാണ്. നമുക്കിനി ഇതെടുത്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളുടെ പോർക്ക് പെരട്ട് ഇവിടെ റെഡിയാണ്. നമ്മളെ സ്പെഷ്യൽ പോർക്ക് പെരട്ട്.
അപ്പോൾ ഫൈനൽ ടച്ചായിട്ട് കുറച്ച് ഗാർണിഷും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞ സവാള, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് മല്ലിയില അതും കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പോർക്ക് പെരട്ട് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് like, share and subscribe. Thank you. Bye. Don't forget to like and hit the bell icon.